ഇന്നൊരു ബുധനാഴ്ച തന്നെയാണ്. പതിവ് പോലെ പൊന്നൻ നല്ല ഉറക്കത്തിലാണ്. പൊന്നനെ ശല്യപ്പെടുത്താണ്ട് ഞാൻ നേരെ വണ്ടിയെടുത്ത് നമ്മുടെ കനാലുമ്മ കയറിയിട്ടുണ്ട്. അപ്പോൾ കനാൽ വഴി നല്ല ഇരുട്ടിൽ മൂടിക്കിടക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. അതുപോലെ തന്നെ മെയിൻ റോഡിൽ കയറി കഴിഞ്ഞിട്ടും മെയിൻ റോഡിലും വലിയ കാര്യമായിട്ട് ആൾക്കാരുകളൊന്നും കാണാനില്ല. ഇന്നും റോഡ് വളരെ കാലിയായിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ കുണ്ടായി ജംഗ്ഷനാണ്. കുണ്ടായി ജംഗ്ഷനും അത്യാവശ്യം ഉറങ്ങിക്കിടക്കുകയാണ്. കാരണം തൃശ്ശൂർക്കുള്ള ആദ്യ ബസ് പോലും പോയിട്ടില്ല. അപ്പോൾ ഈ കാണുന്നത് നമ്മൾ രാവിലെ ചായ കുടിക്കുന്ന ഒരു ഹോട്ടലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചായ കുടിച്ചിട്ടാണ് പള്ളിയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ചായയൊക്കെ മേടിച്ച് നമ്മൾ പുറത്ത് നിന്നിട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് കുടിക്കുമ്പോൾ നമ്മുടെ കുണ്ടായി ജംഗ്ഷൻ്റെ ഒരു അവസ്ഥയാണ്. ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ആ നേരത്തില്ല. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കാവുന്നൊരു ജംഗ്ഷനാണ് ഈ കുണ്ടായി ജംഗ്ഷൻ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പള്ളിയിലെത്തിയിട്ടുണ്ട്. പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു തിരുസ്വരൂപം കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഒരു ദിവസം എന്ന് ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്ന് പതിവില്ലാത്ത പോലെ ബുധനാഴ്ച ആയതുകൊണ്ട് പേരിൽ നമുക്ക് ഔസേപിതാവിൻ്റെ തിരുനാൾ ദിവസമാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരിക്കും ഇനി ബുധനാഴ്ച നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ആൾക്കാരെ പിള്ളേർ ഏകനലാണ്. ഏകനിൽ വന്നിട്ട് ഇതേ ധൂപം ഒരുക്കുന്ന ഒരു കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പം ധൂപമൊക്കെ കത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കത്തിച്ച് അതിന് ചടങ്ങുകളിലേക്ക് ഉപയോഗിക്കാനായിട്ട് വീശി കത്തിക്കുന്ന ഒരു കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിക്ക ദിവസങ്ങളിലും നമ്മുടെ ആഗ്രഹങ്ങൾ തന്നെയാണ് നമ്മുടെ ധൂപം എടുക്കുന്ന മെയിൻ ഒരാൾ. അപ്പോൾ അവൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയാണ്ട് തന്നെ ചെയ്തോളും. അപ്പോൾ ബുധനാഴ്ചകളിലും ഞായറാഴ്ചകളിലും അങ്ങനെ വിശേഷ ദിവസങ്ങളിലൊക്കെയാണ് നമ്മൾ ധൂപം എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നേർച്ച ഉള്ള ദിവസമാണ്. അപ്പോൾ ഇന്ന് നേർച്ചയായിട്ട് പൊരിയാണ്. അപ്പോൾ പൊരിയും ആഗ്രഹങ്ങൾ തന്നെയാണ് അത് പാത്രങ്ങളിലേക്കൊക്കെ പകർത്തി നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പള്ളിയിലൊക്കെ കഴിഞ്ഞു. നേരെ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ നിയകൊച്ച് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ നിയകൊച്ചിനെ നമ്മൾ ശല്യപ്പെടുത്താനൊന്നും നിന്നില്ല. ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് നേരെ അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മച്ചി ഇന്ന് ദോശ തന്നെയാണ് ചുട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ദോശ ചുടുന്ന വീഡിയോ ഒക്കെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മച്ചി ഒരേ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നിന്ന് ആയ ദോശകൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ ചമ്മന്തിയാണ് ദോശയ്ക്ക് ഇന്ന് കൂടെ കറിയായിട്ടുള്ളത്. അപ്പോൾ നേരെ പിന്നെ നീകൊച്ച് എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് മേടിച്ചുകൊണ്ട് വന്ന സാമ്പാർ കഷ്ണമാണ്. അപ്പോൾ ആ സാമ്പാർ കഷ്ണം കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ ആ പച്ചക്കറിയിലൊക്കെ കിടന്ന് കളിക്കുന്ന ഓരോ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ നോയമ്പ് അതിൻ്റെ പേരിൽ പച്ചക്കറി തന്നെയാണ് ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും നമ്മുടെയൊക്കെ ഒരു പ്രധാന ആശ്രയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊച്ചും ഈ പച്ചക്കറി കാണുമ്പോൾ ഉള്ള ഒരു കുറച്ച് സന്തോഷങ്ങളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് കുറച്ച് നേരം ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ട് കളിക്കാനുള്ള കാര്യങ്ങളായി. അപ്പോൾ ഈ കാണുന്നത് ഇന്ന് കടയിൽ കണ്ട കൊള്ളിക്കിഴങ്ങാണ്. കൊള്ളിക്കിഴങ്ങ് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അത് കുറച്ച് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പ്രകൃതിയുടെ കുറച്ച് പൂക്കളൊക്കെ ഇട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് കേട്ടത് ഈ പ്രകൃതിയും അതിലുണ്ടായ പൂക്കളൊക്കെ ഒന്നും മര്യാദയ്ക്ക് ശ്രദ്ധിച്ചു തുടങ്ങിയത്. കുറേ കാലങ്ങളായിട്ട് തോന്നുന്നു ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓരോ കണ്ടൻറ്റിന് വേണ്ടി ശ്രദ്ധിക്കുന്നത് മാത്രമാണ്. അപ്പോൾ നമ്മളൊക്കെ പണ്ട് കാലത്തൊക്കെ ഒരുപാട് നമ്മുടെ പറമ്പിലും പാടത്തൊക്കെ നടന്ന് കുറേ പൂക്കളും ചെടികളൊക്കെ കണ്ടിട്ടുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ ഈ കാണുന്നത് കാക്കപ്പൂവാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താ പറയുക മറന്നു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ വീണ്ടും ഇപ്പോഴാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് കണ്ടൻറ്റിന് വേണ്ടി ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയത്. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ കുറച്ച് വീഡിയോകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പറമ്പിലും പാടത്തും നമ്മുടെ മതിലുമേയും ഒക്കെ ഉള്ള ചെടികളൊക്കെ നമ്മളും സ്വയം ശ്രദ്ധിച്ചു തുടങ്ങും. അപ്പോൾ എൻ്റെ ഒരു അനുഭവമാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു ചാനൽ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചത്. പണ്ട് നമ്മൾ എന്താ പറയുക വേറെ കാര്യങ്ങളൊന്നുമില്ല, ചിന്തകളില്ല, ഫോണുകളില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊക്കെ ശ്രദ്ധിച്ചായിരുന്നു. ഇന്നിപ്പോൾ അതിനൊന്നും നേരമില്ല. ഇപ്പോഴാണ് ഇതൊക്കെ ഒന്ന് സമയം കണ്ടെത്തി തുടങ്ങി. അപ്പോൾ ചാനലിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാനാണെങ്കിൽ കൂടി നമ്മളിപ്പോൾ പഴയ കാലഘട്ടത്തിലെ പോലെ ചെടികളും അതുപോലെ തന്നെ നമ്മുടെ പറമ്പിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതുപോലെയൊക്കെ ചെറിയ വീഡിയോകളൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ആ ഒരു പഴയ കാലഘട്ടങ്ങളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു ബുധനാഴ്ചത്തെ കുറച്ച് നേരത്തെ രാവിലത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്.